ആതിര, അനന്തപുരിയുടെ മണ്ണിൽ കലാകേളി കൊട്ടിക്കേറുമ്പോൾ ഇവിടെ മദ്ദളം കേളിയുമായി ഒരുപാട് കലാപ്രതിഭകൾ നിൽക്കുന്നുണ്ട്. വിസ്മയ്ക്ക് എന്തോ ചെയ്യാൻ അതെന്തായാലും ഞാൻ ഇലത്താളം അല്ലേ, ഇലത്താളം പഠിക്കാൻ പോയെന്ന് ആലോചിക്കുക. കാരണം എന്നെ കൊണ്ട് നന്നായിട്ട് പറ്റുന്നുണ്ട് അല്ലേ, പറ്റുന്നില്ലേ? ഇതിൽ നന്നായിട്ട് ഈ കുട്ടികൾ ചെയ്യും, അതുകൊണ്ട് അവരുടെ കയ്യിലേക്ക് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ കൂടെയുള്ള അതിഥികളെ ആദ്യം പരിചയപ്പെടല്ലേ. എവിടുന്നാ വരുന്നത്? നിലമ്പൂരിൽ നിന്ന്. നിലമ്പൂരിൽ നിന്നാണ്. ഈ മത്സരം കഴിഞ്ഞു? മത്സരം കഴിഞ്ഞു. റിസൾട്ട് വന്നിട്ടില്ല? ഇല്ല. അപ്പൊ ആദ്യം നമുക്ക് പേരൊന്ന് പരിചയപ്പെടാം. സാധിക, വെറോനിക്ക, ബിനി, ആദിത്യ. നിങ്ങൾ എത്ര വർഷമായി ഇത് പഠിക്കാൻ തുടങ്ങിയിട്ട്? 1.5-2 വർഷമായി. ഇത് ആദ്യമായിട്ടാണ് ഈ സ്റ്റേറ്റ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്? സ്റ്റേറ്റിൽ ആദ്യമായിട്ടാ. അപ്പൊ ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് ഈ മദ്ദളമൊക്കെ കൊട്ടാൻ സാധിച്ചു. അപ്പൊ എങ്ങനെ തോന്നി? ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട്. കാരണം സ്റ്റേറ്റ് കലോത്സവം എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഒരു ഹാപ്പി മൂമെന്റ് തന്നെയാണത്. ഇവിടെ നിൽക്കുമ്പോ ടെൻഷൻ ഉണ്ടോ? അതില്ല. ഇല്ലേ? അപ്പൊ നമുക്ക് എന്തായാലും റിസൾട്ട് വരുമ്പോ എ ഗ്രേഡ് കിട്ടുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് ചെയ്താലോ? അപ്പൊ ഇതായാലും നല്ല പെൺപുലികളെ തന്നെയായിരുന്നു അല്ലേ നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. കൂടുതൽ സമയം നമുക്ക് ഇവരെ വെയിറ്റ് ചെയ്യിപ്പിക്കാൻ കഴിയില്ല. കാരണം ഇപ്പോൾ പെർഫോം ചെയ്ത് കഴിഞ്ഞ് ഇറങ്ങിയിട്ടുള്ളൂ. ഇതിന് നല്ല ഭാരമുണ്ട്. നമ്മളൊന്ന് പിടിക്കാൻ നോക്കിയിരുന്നു, നല്ല ഭാരമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരുടെ കൂടുതൽ സമയം എന്തായാലും വെയിലത്തും നിർത്താൻ പറ്റില്ല. ഇത്തരത്തിൽ എന്തായാലും ഈ പ്രധാന വേദിയായിട്ടുള്ള സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഇങ്ങനെ കലാപ്രതിഭകൾ ജോസഫ് അവിടെ ഇലത്താളം ഒക്കെ പഠിക്കുന്നുണ്ട്. രേണുക അവിടെ പുതിയ